ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നാനയ്ക്ക് ആക്സിഡന്റ് പറ്റി അവളുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും എന്ന് പറഞ്ഞ് ടിറ്റോ അവളെ കിസ് ചെയ്യാന്ന് പറയാണ്. കിസ് ചെയ്തിട്ട് അവൻ ഇത് നിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പോവും. അവൾ ആകെ ഷോക്കായിട്ടുണ്ടാവും. അവൾ അവന്റെ പിന്നാലെ തന്നെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. രണ്ടുപേരും റൂമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അവളപ്പോ അവനെ നോക്കും. ആ സമയത്ത് അവനും തിരിഞ്ഞു നോക്കി അവളുടെ അടുത്തേക്ക് വരും. മെല്ലെ അടുത്ത് വന്ന് അവളുടെ നെറ്റിയിലെ മുറിവൊക്കെ തൊട്ട് നോക്കി തിരിച്ചു പോവും. എന്നിട്ട് അവൻ ഡോറ് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് നാന ചോദിക്കും, ഇപ്പൊ എന്താണ്ടായിന്ന്. എനിക്ക് എല്ലാം അറിയണം എന്നൊക്കെ പറയും. എന്നിട്ട് അവൾ അവന്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 1000 കിസ്സൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇതെന്റെ ഫസ്റ്റ് കിസ്സാണ്. ഇതെന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നൊക്കെ. അപ്പൊ അവൻ പറയും, എന്നാ ഇന്ന് മുതൽ നമുക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിട്ടിരിക്കാന്ന്. അപ്പൊ അവള് ഷോക്കാവും. അവൾ അങ്ങനെ എന്നിട്ട് കണ്ണു തുറച്ചു നിൽക്കും. ആ സമയത്ത് അവൻ വേഗം ഡോർ തുറന്ന് അവന്റെ വീട്ടിലേക്ക് പോവും. നാന അവളുടെ റൂമിലേക്ക് പോകുമ്പോ ഷോക്കായിട്ട് നിൽക്കും, എന്താ ഇപ്പൊ ഉണ്ടായെന്നൊക്കെ വിചാരിച്ചിട്ട്. ആ സമയത്ത് അവളുടെ ഡ്രോയിലുള്ള അവന്റെ ഫോട്ടോയും പിന്നെ ആ ലക്കി ചാമായിട്ടുള്ള പൂച്ചേനെ എടുത്തു നോക്കും. ആ സമയത്ത് തന്നെ ഒരു ടിങ് കേൾക്കും. അവൾ എന്താണെന്ന് വിചാരിച്ച് ഡോറിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ അവിടെ ടിറ്റോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അവള് നല്ല ഷോക്കാവും. അവൾ ഇനി ബെഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ച് മെല്ലെ വാതിൽ തുറന്നു നോക്കും. മെല്ലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവൻ നിന്റെ അടുത്തൊരു കാര്യം പറയാനാണെന്ന്, ഇങ്ങോട്ട് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറയും, നമ്മൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്ന് പുറത്ത് ആരും അറിയാൻ പാടില്ല, ഇപ്പൊ എങ്ങനെ പോണം അതേപോലെ തന്നെ പോണം എന്നൊക്കെ. പിന്നെ നീ ആവശ്യമില്ലാതെ എന്നെ കണ്ട് ചിരിക്കാനോ ഒന്നും പാടില്ല, ഇപ്പൊ എങ്ങനെ നമ്മൾ കഴിയുന്നു അതേപോലെ തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയും. അവൾ നല്ല ഹാപ്പിയാവും. അവൾ റൂമിൽ പോയി തുള്ളിച്ചാടും. പിന്നീട് കാണിക്കുന്നത് ടിറ്റോ അവന്റെ റൂമിൽ നിൽക്കായിരിക്കും. അപ്പൊ അവിടേക്ക് നാന ചിരിച്ചിട്ട് വരും. നാന ചിരിച്ചിട്ട് വരുമ്പോ അവൻ പെട്ടെന്ന് അവളെ നോക്കുമ്പോ അവൾ വേഗം വായ പൊത്തും. എന്നിട്ട് അവള് നോർമലായിട്ട് തന്നെ പെരുമാറിയിട്ട് അവിടെ നിന്ന് പോവും. അവൾക്ക് അവൻ കുറച്ച് പേഷ്യൻസിന്റെ പേപ്പറൊക്കെ കൊടുക്കും. അതൊക്കെ കൊടുത്തിട്ട് അവൾ അത് കൊണ്ടുപോയി പഠിക്കാൻ വേണ്ടി ഇരിക്കും. ഈ സമയത്ത് തന്നെ അവിടുത്തെ ഹെഡ് നേഴ്സ് വാച്ചൊക്കെ നോക്കുന്നുണ്ടാവും. അവരുടെ മകൻ ഇന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി വരുമായിരിക്കും. അവരുടെ മകന് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കാരണം കൊണ്ടാണ് മകനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ എടുത്ത് അവിടെയുള്ള നേഴ്സുമാരൊക്കെ വന്നിട്ട് നിന്റെ റിലേഷനിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവള് ഒന്നുമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവള് കണ്ണടച്ച് ആലോചിക്കും. അവർ രണ്ടുപേരുടെ റിലേഷൻ ഒരു പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ട് അനൗൺസ് ചെയ്യുന്ന കാര്യമൊക്കെ. അവൾ അതൊക്കെ ആലോചിച്ച് അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോ അവിടെയുള്ള നേഴ്സുമാരൊക്കെ ഇവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നൊക്കെ വിചാരിക്കും. പിന്നീട് ആ ഹെഡ് നേഴ്സിന്റെ മകൻ വന്നിട്ടുണ്ടാവും. ഇവൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവൻ ഒരു ഗെയിമർ ആയിരിക്കും. ഹെഡ് ഡോക്ടർക്ക് ഗെയിമർ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ അറിയണ്ടാവില്ല. അപ്പോ കസൂഗി അതൊക്കെ ആ ഹെഡ് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കും. ഞാനാണെങ്കിൽ ടിറ്റോയുടെ പിന്നാലെ തന്നെ നടക്കണ്ടാവും. അവൾ അവന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ അവൻ ഇങ്ങനെ വന്ന് സംസാരിക്കല്ലേ, നമുക്ക് പിന്നീട് സംസാരിക്കാന്നൊക്കെ പറയും. എന്നാൽ അവൾ പിന്നാലെ തന്നെ വരുമ്പോ അവൻ അവളുടെ താടി പിടിക്കും. താടി പിടിക്കുമ്പോൾ അവൾ ഭയങ്കര ഷോക്കായി നിൽക്കും. എന്നെ കിസ് ചെയ്യാൻ നോക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അവളുടെ താടിയുടെ അവിടെ ഇങ്കായിട്ടുണ്ടാവും. അവൻ അത് തുടച്ചു കൊടുക്കും. എന്നിട്ട് അവളെ ഇടിയറ്റ് വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ അവൾ ആ സമയത്ത് അവിടെ സ്റ്റോപ്പായി നിൽക്കായിരിക്കും. എന്നിട്ട് പുതുതായി വന്ന പേഷ്യന്റിനൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് ടിറ്റോയും നാനയും കൂടി അവിടെ നിന്ന് പോവും. അവര് പോയതിനു ശേഷം ആ ഹെഡ് നേഴ്സും അവരുടെ മകനും കൂടിയിട്ട് പറയും, ഇതാണല്ലേ ഡെവിളും ഹീറോയും. അപ്പോ ഹെഡ് നേഴ്സ് ഞാൻ എപ്പോഴും വീട്ടിൽ വന്ന് പറയാറുള്ളത് ഇവരുടെ കാര്യമാണെന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറെയാണ്, ഹെഡ് ഡോക്ടറെയാണ്. അയാളുടെ അടുത്ത് ഒരു ലേഡി വന്ന് സംസാരിക്കുന്നുണ്ടാവും. നാനയാണെങ്കിൽ പിന്നീട് ആ പുതുതായി വന്ന പേഷ്യന്റിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവും. അയാൾക്ക് ആപ്പിളൊക്കെ കൊണ്ടു നോക്കും. അയാൾ ആ സമയത്തൊക്കെ ഒരു മിന്റിന്റെ മിഠായി കഴിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് ചുമയുള്ള കാരണം കൊണ്ട്. നാന അവന് നല്ല സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അവന്റെ ഡിസീസ് ഒക്കെ മാറി ഫ്രണ്ട്സിന്റെ കൂടെ എത്രയും പെട്ടെന്ന് പോവാന്നൊക്കെ പറയുന്നുണ്ടാവും. നാനയ്ക്കാണെങ്കിൽ ഒരു ഓപ്പറേഷനെങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അവൾ എന്നിട്ട് നേരെ ടിറ്റോയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവളുടെ ആഗ്രഹം പറയും. അപ്പൊ അവൻ, നീ ആദ്യം നന്നായി പഠിക്ക്, ഈ കേസിനെ കുറിച്ച് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ ഓപ്പറേഷനിൽ നിർത്താന്ന് പറയും. അപ്പൊ അവൾ ഒരുപാട് ഹാപ്പി ആവും. എന്നിട്ട് അവൾ പഠിക്കാൻ വേണ്ടി പോകും. ഇതൊക്കെ ഹെഡ് നേഴ്സും കേൾക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നീട് ടിറ്റോ റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ അതിൽ ഉൾപ്പെടുത്തരുതെന്ന് ആ നേഴ്സ് വന്നിട്ട് പറയും. അവൾക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള വല്ല നേഴ്സുമാരേനെയും ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറയും. അപ്പോ ടിറ്റോ ഇത് ആലോചിക്കാന്ന് പറയും. അവരെന്നിട്ട് ഇതെല്ലാം പറഞ്ഞു പോകുമ്പോ അവിടെ കസൂഗി ഉണ്ടാവും. കസൂഗി ഇതെല്ലാം കേട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ടിറ്റോ അവര് പോയതിനു ശേഷം ഈ കാര്യത്തെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കും. പക്ഷെ ഇപ്പൊ നാന നന്നായി ജോലി ചെയ്യണ്ടല്ലോ എന്നൊക്കെ അവൻ വിചാരിക്കും.
പിന്നീട് നാനയാണ് കാണിക്കുന്നത്. നാന ടിറ്റോക്ക് എന്ത് ഫുഡാ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പോയി ടിറ്റോയുടെ സിസ്റ്ററിന്റെ അടുത്ത് ചോദിക്കായിരിക്കും. അപ്പൊ അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ പറഞ്ഞു കൊടുക്കും. നേരെ നാന എന്നിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അവൾ എന്നിട്ട് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആരോ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരും. അത് കസൂഗി ആയിരിക്കും. കസൂഗി എന്നിട്ട് അവളെ സാധനങ്ങളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നതിന് ശേഷം കസൂഗിയും നാനയും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. നാനയ്ക്ക് എല്ലാം കസൂഗി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അവരുടെ ടിറ്റോയുടെയും നാനയുടെയും റിലേഷനിൽ എന്തെങ്കിലും പ്രോഗ്രസ് ആയോ എന്നൊക്കെ കസൂഗി ചോദിക്കും. പക്ഷെ നാന അപ്പോൾ ഉരുണ്ട് കളിക്കും. ഒന്നും ആയിട്ടില്ല എന്നൊക്കെയാണ് പറയാ. കസൂഗിക്ക് അപ്പൊ തന്നെ സംശയം തോന്നും. പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ എണ്ണ നാനയുടെ കയ്യിലാവും. കസൂഗി അത് തുടച്ചു കൊടുക്കായിരിക്കും. പെട്ടെന്നായിരിക്കും ടിറ്റോ വന്ന് ഡോർ തുറക്കുക. ടിറ്റോ അത് കണ്ട് അവിടെ സ്റ്റക്കായി നിൽക്കും. എന്നിട്ട് അവൻ അകത്തേക്ക് വരും. അപ്പൊ കസൂഗി ഞാൻ ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാന്നൊക്കെ പറയും. എന്നിട്ട് നാനയുടെ അടുത്ത് നമ്മളൊപ്പം ഉണ്ടായിരുന്ന സമയം ഫണ്ണായിരുന്നു കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അപ്പൊ നാനയും ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു എന്നൊക്കെ പറയും. പിന്നീട് ടിറ്റോ അകത്തേക്ക് വരുമ്പോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ടിൻറ്റോ ഇല്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവള് ഫുഡൊക്കെ എടുത്തു കൊടുക്കാൻ നോക്കുമ്പോ ടിറ്റോ ഞാൻ പോവാ, എനിക്ക് കുറച്ചുകൂടി വർക്ക് ഉണ്ട്, നീ ആദ്യം നന്നായി പഠിക്ക്, ഇപ്പൊ ഫുഡ് കഴിപ്പിക്കാനല്ല നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. നാനയ്ക്ക് അപ്പോ ചെറിയ ഷോക്കൊക്കെ ആവും. പിന്നീട് കാണിക്കുന്നത് ടിൻറ്റോയാണ്. അവളൊരു പാർട്ടിക്ക് പോയിരിക്കായിരിക്കും. അവിടെ ആ ഹെഡ് ഡോക്ടറും പോയിട്ടുണ്ടാവും. അയാള് നീ ഇപ്പൊ ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. നിനക്കിപ്പോ ബോയ് ഫ്രണ്ട് ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കിപ്പോ ഒരു യങ് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറയും. നാനയുടെ വീട്ടിലാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടാവും. കസൂക്കി ഉണ്ടാക്കിയ ഫുഡാണെന്ന് പറയുമ്പോൾ അത് യാക്കി ഫോട്ടോ ഒക്കെ എടുത്തു വെക്കുക. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ടിൻറ്റോ വരിക. ടിൻറ്റോ വരുമ്പോ ടിൻറ്റോയെ കാണുമ്പോ തന്നെ നിഷി ഷോക്കാവും. നിങ്ങൾ എന്താ ഇവിടെ എന്നൊക്കെ പറയും. എന്നിട്ട് നിഷിയുടെ സ്വപ്നത്തിലുള്ള പെൺകുട്ടീനെ കുറിച്ച് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവരെല്ലാവരും പറയും ഇതാണോ നീ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയെന്ന്. എന്നിട്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഞാൻ പറയാ ഇത് ടിറ്റോയുടെ ബിഗ് സിസ്റ്റർ ആണെന്നും പിന്നെ ഹോസ്പിറ്റലിൽ ഇവിടെയാണെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോ നിഷി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും. ടിൻറ്റോ എന്താണെന്ന് വിചാരിക്കും. പിന്നീട് നിഷി ടിൻറ്റോയുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ ഫ്രണ്ട് എല്ലാം തുറന്നു പറയും, ടിൻറ്റോയുടെ എക്സ് ചീഫ് ഡോക്ടറാന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ടിറ്റോനെയാണ്. ടിറ്റോയുടെ അടുത്തേക്ക് കസൂഗി വന്നിട്ടുണ്ടാവും. കസൂഗി എന്നിട്ട് ടിറ്റോട് ചോദിക്കും നീ ഇപ്പോഴും മിനോരിയെ മറന്നില്ലേ എന്ന്. അപ്പൊ അവൻ പറയും അതൊക്കെ എന്തിനാ നീ പറയണെന്ന്. അപ്പോ കസൂഗി പറയും നീ കറക്റ്റായി എല്ലാ കാര്യം ചെയ്തില്ലെങ്കിൽ ഞാനെല്ലാം സ്വന്തമാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നാനയാണ്. അവള് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഓപ്പറേഷന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ അവനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ടാവും. അവന്റെ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൾ കൂടെ തന്നെ നിന്ന് എല്ലാം ചെക്ക് ചെയ്ത് മേടിക്കും. പുതിയ രോഗിയുടെ കൂടെ തന്നെ നിന്ന് അവന് ഇഷ്ടമുള്ള എന്താണെന്നൊക്കെ അവൾ അങ്ങനെ നോക്കുന്നുണ്ടാവും. അവൾ അങ്ങനെ മരുന്നൊക്കെ അവന് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ പുറത്തുനിന്ന് ഹെഡ് നേഴ്സ് നോക്കുന്നുണ്ടാവും. അങ്ങനെ അവള് കുറെ ഇരുന്ന് പഠിക്കും. നന്നായി കഷ്ടപ്പെടും ഈ ഓപ്പറേഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ ഒരു നേഴ്സിന്റെ അടുത്ത് ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരിക്കും. അതൊക്കെ അപ്പോ ആ ഹെഡ് നേഴ്സ് കേൾക്കുന്നുണ്ടാവും. അവർക്ക് വീണ്ടും നാന ഓപ്പറേഷനിൽ ഉണ്ടോ എന്ന് വിചാരിച്ച് അവർ നേരെ ടിറ്റോയുടെ അടുത്തേക്ക് പോകും. ടിറ്റോയുടെ അടുത്ത് പോയിട്ട് നാനയെ ഓപ്പറേഷനിൽ ഉൾപ്പെടുത്തരുത് പ്ലീസ് എന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഒരമ്മയുടെ അപേക്ഷയാണ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാന്നൊക്കെ പറയും. അവൾക്കൊന്നും അറിയില്ല. എന്റെ മകന് ആ സമയത്ത് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലോ എന്നൊക്കെ പറയും. ടിറ്റോ അപ്പോ അവരുടെ വാക്ക് കേൾക്കും. എന്നിട്ട് നാനയെ ഒഴിവാക്കാൻ പിന്നീട് ഓപ്പറേഷന് വേണ്ടിയിട്ട് നേഴ്സുമാരനൊക്കെ തെരഞ്ഞെടുക്കായിരിക്കും. ആ സമയത്ത് തെരഞ്ഞെടുക്കുമ്പോൾ വേറെ 2 നേഴ്സുമാരെയാണ് തെരഞ്ഞെടുക്കുക. നാനയെ തെരഞ്ഞെടുക്കില്ല. അപ്പൊ അവള് എന്താ പറ്റിയെന്ന് വിചാരിക്കും. അവൾ ഇത്രയും നാള് പഠിച്ചതൊക്കെ വെറുതെയാന്നൊക്കെ വിചാരിക്കും. അവരങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നാനയ്ക്ക് നല്ല വിഷമാവും. നാന പിന്നീട് ഹെഡ് നേഴ്സിന്റെ അടുത്ത് പോയി എന്താ എന്നെ ചൂസ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ടിറ്റോയാണ് അത് വേണ്ടാന്ന് പറഞ്ഞെന്ന് ഹെഡ് നേഴ്സ് പറയും. നാന നേരെ ടിറ്റോയുടെ അടുത്തേക്ക് പോവും. അവർ രണ്ടുപേരും ഇപ്പൊ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും. ടിറ്റോ അവളെ ഒഴിഞ്ഞു മാറി പോവാൻ നോക്കുമ്പോൾ അവൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് എന്നെ എന്താ ഓപ്പറേഷനിൽ കൂട്ടാനും ചോദിക്കും. അപ്പൊ അവൻ അതിന് നീ ഓക്കെ ആയിട്ടില്ല എന്ന് പറയും. ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് എനിക്കിപ്പൊ തന്നെ ഇത് വേണ്ടാന്ന് തോന്നുകയാണ്, ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അവനും അപ്പോ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കും.
പിന്നീട് ഞാൻ ആ കസൂകിയായിട്ട് പാർക്കിലിരിക്കുകയായിരിക്കും. അപ്പോൾ കസൂകിയുടെ അടുത്ത് ടിറ്റോയുടെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇനി എന്താ ചെയ്യാന്നൊക്കെ അവൾ അങ്ങനെ പറയും. അപ്പോ കസൂഗി ഇപ്പൊ നിനക്ക് അവന്റെ അടുത്ത് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അവൻ കോൾഡ് ആണ്, നല്ല ദേഷ്യക്കാരനാണ്, പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ കസൂഗി ദൂരേക്ക് എഴുന്നേറ്റ് നിന്ന് പോയിട്ട് അത് അവന്റെ തെറ്റല്ല, ആ ഹെഡ് നഴ്സ് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഓപ്പറേഷനിൽ ഉൾപ്പെടുത്തരുത്, നിനക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ, അത് കാരണം കൊണ്ടാണ് അവൻ നിന്നെ മാറ്റിയെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നാനിക്ക് നല്ല വിഷമം തോന്നും. അവള് നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തും. ഹോസ്പിറ്റലിലേക്ക് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അവന് അറ്റാക്ക് ആയ കാരണം കൊണ്ട് ഓപ്പറേഷന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവൾ അപ്പോ അവിടെ പോയി ഇതെല്ലാം നോക്കി കാണും. അങ്ങനെ ഡോക്ടർമാരൊക്കെ അവനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ട് ഫെയിലിയർ ആവണ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അത് എന്താണെന്ന് മാത്രം ആർക്കും മനസ്സിലാവണുണ്ടാവില്ല. അപ്പോ നാന കാര്യങ്ങളൊക്കെ ആലോചിക്കും. അപ്പോഴാണ് അവൻ എപ്പോഴും ഒരു മിന്റിന്റെ ഗുളിക കഴിക്കുന്നത് ഓർമ്മ വരിക. അവൾ അപ്പോൾ മയക്കി കൂടെ വിളിച്ചു പറയും അവന് നല്ല ചുമ ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് മിന്റിന്റെ ഗുളിക എപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ടാണ് അസുഖം കൂടുതലായി എന്നൊക്കെ. അങ്ങനെ ഓപ്പറേഷൻ അവളെ കൂടി ഉള്ളിലേക്ക് വരാൻ ടിറ്റോ പറയും. പിന്നീട് അവനെ റൂമിലേക്ക് ആക്കിയിട്ടുണ്ടാവും. ടിറ്റോ വന്ന് അവനെ ചെക്ക് ചെയ്തിട്ട് പോവും. ചെക്ക് ചെയ്ത് പോയ ശേഷം നാനയുടെ അടുത്ത് ഹെഡ് നേഴ്സ് സോറിയൊക്കെ പറയും. അപ്പൊ നാന അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഒരമ്മയുടെ മനസ്സ് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം സോൾവ് ചെയ്യും. അങ്ങനെ ആ പ്രശ്നം കഴിയും. പിന്നീട് നാന ഒരു ബെഞ്ചിലിരുന്ന് ഒരു ഡ്രിങ്ക് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ അങ്ങനെ കുടിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ടിറ്റോ വന്നിട്ടുണ്ടാവും. ടിറ്റോ വന്ന് കാണുമ്പോൾ അവൾ അവിടെ നിന്ന് പോവാൻ വേണ്ടി നോക്കും. പക്ഷെ സംസാരിക്കാന്ന് വിചാരിച്ച് അവിടെ നിന്ന് അവന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും. അപ്പൊ അവൻ അടുത്തുള്ള ബെഞ്ചിൽ തന്നെ വന്നിരിക്കും. അവൾ അപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ടാവും. അതില് ഒരു ക്രീം ബൺ ഉണ്ടാവും. അത് അവൻ അവൾക്ക് കൊടുക്കും. അവൾക്ക് നല്ല സന്തോഷാവും. എന്നിട്ട് അവൾ അത് മേടിച്ച് അവന്റെ അടുത്തിരുന്ന് കഴിക്കും. അവൾ ആ സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യണ പോലെ ആയിരിക്കും ഉണ്ടാവുക. അവള് ഇതാണല്ലേ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തിരുന്ന് അത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ അത് ചോക്ലേറ്റ് ക്രീം ബണ്ണായിരിക്കും. അത് കാണുമ്പോൾ അവൾക്ക് വീണ്ടും സന്തോഷാവും. എന്തായാലും ഞാൻ കഴിക്കാന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവള് വേഗം ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് വരികയായിരിക്കും. വരുമ്പോഴാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള ബെന്നായിരിക്കും അത്. പിന്നീട് ടിറ്റോ ഓഫീസിൽ ഇരുന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടുത്തെ ഹെഡ് ഡോക്ടർ അവൻ്റെ അടുത്ത് സംസാരിക്കുക. ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പാസ്റ്റത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വരും. അപ്പൊ അവൻ അതൊന്നും കേൾക്കാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അയാളടുത്ത് പറയും. അപ്പൊ അയാളെ മിണ്ടാതിരിക്കും. അങ്ങനെ ഡോക്ടേഴ്സിന്റെ ഒക്കെ കുറെ ദിവസത്തിനുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഓരോരുത്തർക്കായി ലീവ് എടുക്കാന്നൊക്കെ പറയും. അപ്പോ ഞാൻ അടുത്ത് നിനക്ക് ലീവ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളെ എനിക്ക് ലീവ് വേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ നന്നായി വർക്ക് ചെയ്തോണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡേറ്റ് കിട്ടുമ്പോൾ അവിടേക്ക് ടിറ്റോ വരും. ഈ ദിവസം ഞാനിക്ക് ലീവ് കൊടുക്കണം എന്ന് പറയും. അപ്പൊ എന്താന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുക, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഡേറ്റ് ചെയ്യാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവും. ഞാനാണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കും. റിലേഷൻഷിപ്പ് ഇപ്പൊ പബ്ലിക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലോ എന്ന് വിചാരിച്ച അവള് പിന്നാലെ പോയി ഒന്നുകൂടി പറയുമെന്ന് പറഞ്ഞിട്ട് നടക്കായിരിക്കും. ആ സമയത്താണ് അവിടേക്ക് ഒരാൾ വരിക. അത് നോക്കുമ്പോൾ മിനോരി ആയിരിക്കും. ടിറ്റോ ഷോക്കായിട്ട് നിൽക്കും. ഞാനും ഇത് കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ടാവും. അവരുടെ റിലേഷൻ ഇപ്പൊ തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും ബ്രേക്ക് ആവാറായെന്ന്. എല്ലാവരും ഇത് കണ്ട് ഷോക്കായി നിൽക്കുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാം.